എൻ്റെ പേര് മേരി ഗ്രേസ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ആദ്യമായി കർത്താവായ യേശു ക്രിസ്തുവിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി ഞാൻ ഈ അൽത്താരയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ 2018 ഉടമ്പടി എടുത്ത് 6 ആവശ്യങ്ങൾ എഴുതിയിരുന്നു. അതിൽ 12ഓളം കാര്യങ്ങൾ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞാൻ സൗദി അറേബ്യയിൽ ജോലിക്ക് പോകുന്നത്. ഞാനൊരു നേഴ്സാണ്. അന്ന് ഞാൻ ജോലിക്ക് കയറി ഒരു 8 മാസം കഴിഞ്ഞ് കാണും. ഞാനിവിടുന്ന് പോകുമ്പോൾ എനിക്ക് കിട്ടിയ നേർച്ച വസ്തുക്കളെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം, പത്രം ഉൾപ്പെടെ ബാക്കിയുള്ള പത്രങ്ങൾ ഇവിടെ കുറേ കൊടുത്തു. ബാക്കിയുള്ള പത്രങ്ങളൊക്കെ ഇട്ടാണ് ഞാൻ സൗദിക്ക് പോകുന്നത്. അവിടെ ചെന്ന് 8 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മെഡിക്കൽ കേസ് എന്ന് പറയാം, അതായത് കാഷ്വാലിറ്റിയിൽ നേഴ്സ് വെയിറ്റ് ഒരു കുഞ്ഞിൻ്റെ ഡബിളായിട്ട് എൻ്റർ ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ വാർഡിൽ വന്നപ്പോൾ കറക്റ്റ് വെയിറ്റ് ആയിരുന്നു. ഡോക്ടറും ആ നേഴ്സും മരുന്ന് ഡോസ് നോക്കാതെ എഴുതിയതിൻ്റെ പേരിൽ ഒരു കുഞ്ഞിന് കിഡ്നി ഇഞ്ചറി ഉണ്ടാവുകയും അതേ തുടർന്ന് ഞാൻ ആ കുഞ്ഞിനെ ഒരു ദിവസം നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻ്റെ നഴ്സ് മാനേജർ വിളിച്ചിട്ട് പറയുവാണ്, നീ ഇനി ജോലിക്ക് വരണ്ട, 5 ദിവസം ഇൻവെസ്റ്റിഗേഷൻ നടക്കുവാണ്, ഈ ഒരു പേരും പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. ഞാൻ ഒരു ദിവസം നോക്കിയിട്ടുള്ളൂ. എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇവർ വെയിറ്റിൻ്റെ പ്രശ്നം എന്ന് പറയുന്നുള്ളൂ, എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ഓർമ്മ തരണം എന്താ സംഭവം എന്നുള്ളത്. എനിക്ക് പിന്നെ പിറ്റേ ദിവസം ഓർമ്മ വന്നു. 5 ദിവസം ഞാൻ എൻ്റെ മുറിയിലിരുന്നു. കാരണം ഞങ്ങൾ പുതിയ ബാച്ചിലെ കുട്ടികളാണ്. അപ്പോൾ എൻ്റെ മുറിയിൽ വേറെ ആരുമില്ല. ഞാൻ മുറി അടച്ചിരുന്ന് കരഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരും ആരും എന്നോട് ചോദിക്കണില്ല എന്താ പ്രശ്നമെന്ന്. ആശ്വസിപ്പിക്കാൻ ആരുമില്ല. തിരുവചനം എടുത്തു വെച്ച് വായിക്കാൻ തുടങ്ങി. ഇവിടുന്ന് അച്ഛൻ പറഞ്ഞ ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ തിരുവചനം എടുത്ത് വായിക്കാൻ തുടങ്ങി. എൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. അന്ന് എനിക്ക് കിട്ടിയ വചനം ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യുന്നു നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ, നിന്റെ ദൈവമായ കർത്താവ് ഞാൻ അത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ കൂടെ പഠിച്ചൊരു അച്ഛൻ വൈദികനായി. അപ്പോൾ ഓമനപ്പുഴ ഇടവക അംഗമാണ്. അപ്പോൾ എമ്മാച്ചനോട് ഞാൻ കാര്യം അച്ഛനോട് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അച്ഛൻ എനിക്ക് അയച്ചു തന്ന വചനം ഇത് തന്നെയാണ്. അച്ഛൻ എനിക്ക് മൊബൈൽ അയച്ചു തന്നപ്പോൾ ഈ വചനം തന്നെയാണ്. ഞാനങ്ങനെ ഈ വചനം ഉരുവിട്ട് ശക്തമായി പ്രാർത്ഥിച്ചു. ആരോടും പറഞ്ഞില്ല. കാരണം എൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ മാതാവും ഈശോയും എൻ്റെ കൂടെ വരുമെന്ന് എനിക്ക് ധൈര്യം തരണം. എനിക്ക് എന്താ ഉണ്ടായത് പറയാനൊരു കഥ പോലെ എനിക്ക് ഓർമ്മിപ്പിക്കാൻ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ച് ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ടേബിളിൻ്റെ ചുറ്റും കുറേ ഡോക്ടർമാർ, നേഴ്സിങ്ങിൻ്റെ ഹെഡിൽ ആൾക്കാരും ഒരുപാട് പേര് നിരന്നിരിക്കുകയാണ്. അവരുടെ മധ്യ ഒരു കുറ്റവാളിയെപ്പോലും ഞാൻ നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മ എൻ്റെ ആ കാശുരം മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച അമ്മ എനിക്ക് ധൈര്യം തരണം. അവരെന്നോട് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. ആ പേഷ്യൻ്റ് വാർഡിൽ വന്നപ്പോൾ മുതലുള്ള കാര്യങ്ങൾ ഓരോന്നും എനിക്ക് ഓർത്ത് പറയാൻ സാധിച്ചു. അവരതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലാത്തത് കൊണ്ട് എനിക്ക് ഒന്നാമതായിട്ട് ഓർമ്മിപ്പിച്ച് തന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ഓരോ പോയിന്റുകളും ശ്രദ്ധിച്ചിട്ട് അവർ റെക്കോർഡ് ചെയ്തു. അതിൽ നിന്ന് എനിക്ക് എൻ്റെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു, നിന്നെ പറഞ്ഞു വിടും, താമസിയാതെ പോകേണ്ടി വരും, നീ ലോൺ എടുത്തിട്ടുണ്ടോ, പെട്ടെന്ന് പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പതറിയില്ല. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് വചനം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇന്ന് 7 വർഷം ആ സൗദിയിൽ, ഇപ്പോൾ 7ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്ത് അവിടെ ജോലി ചെയ്യുന്ന അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ്. രണ്ടാമതായിട്ട് ഞാൻ കഴിഞ്ഞ OETക്ക് വേണ്ടി ഞാൻ 5 തവണ OET തോറ്റ വ്യക്തിയാണ്. അപ്പോൾ എപ്പോഴും കൃപാസ്ഥാനത്ത് ഇവിടെ വരും, പ്രാർത്ഥിച്ചിട്ട് പോകും. പക്ഷേ OETക്ക് വേണ്ടി ഞാനൊരു ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചിരുന്നില്ല. 2024 മെയ് മാസം 1-ാം തീയതി ഞാൻ എൻ്റെ സഹോദരിയുമായിട്ട് ഇവിടെ വരികയും ഉടമ്പടി എടുത്തു. അതിൽ 1ാമത്തെ ആവശ്യം OET ആയിരുന്നു. നേർച്ച വസ്തുക്കളൊക്കെ ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കുകയും കാരുണ്യപ്രവൃത്തികൾ ചെയ്യും. എൻ്റെ ഡ്യൂട്ടിയിൽ എനിക്ക് മാതാവായിട്ട് ഓരോരുത്തരെ മുന്നിൽ കൊണ്ടുവന്ന് തരും. മാതാവിനെ പറ്റി പറയാനും എൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ പറയാൻ എൻ്റെ മുന്നിൽ ഓരോരുത്തരെ കൊണ്ടുതരും. അതേപോലെ സൗദി ചെന്നപ്പോൾ 4 പേർക്ക് കുട്ടികളില്ലായിരുന്നു. ഞാൻ പത്രം ആദ്യമേ 3 മാസത്തോളം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് പത്രം കൊടുത്തത്. അപ്പോൾ അവരൊക്കെ പ്രഗ്നൻ്റ് ആവുകയും കുഞ്ഞുങ്ങളൊക്കെ ആവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി OETക്ക് വേണ്ടി എടുത്തു. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ 5 തവണ തോറ്റ വ്യക്തിയാണ്, ഇനി എന്ത് ഡേറ്റ് എടുക്കും? അങ്ങനെ ഒരു ദിവസം 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ ബഹ്റൈനിൽ എഴുതി തോറ്റ ഒരു കൂട്ടുകാരി എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജൂലൈ മാസം ഡേറ്റ് എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രിപ്പയർഡൊന്നും അല്ല, എങ്കിലും നീ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ വരാം. മാത്രമല്ല അവൾക്ക് ബഹ്റൈൻ പോകണമെങ്കിൽ ടാക്സിക്ക് 500 റിയാൽ കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വണ്ടി ഉണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ ഞാൻ പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടിയിൽ കൊണ്ടുപോകാം, പരീക്ഷ ചെയ്താന്ന് പറഞ്ഞു. പക്ഷേ പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ തലേദിവസം അവളെന്നെ വിളിച്ചിട്ട് പറയാം, അവൾ വരുന്നില്ല, ക്യാൻസൽ ചെയ്തു എന്ന്. ഞാൻ പോയി പത്രം, ഞാൻ അവിടെ നിന്ന് മൊബൈലൊന്നും നോക്കിയില്ല, പത്രം കയ്യിൽ പിടിച്ച് പത്രം വായിച്ചുകൊണ്ടിരുന്നു. ഭയങ്കര കൂളായിരുന്നു. ഓൾറെഡി അവിടുത്തെ എക്സാമിനേഴ്സിന് എന്നെ അറിയാം. കാരണം
ഞാനെപ്പോഴും ഈ ബഹ്റിനിൽ തന്നെ 3 വട്ടം എഴുതിയേക്കണം. അപ്പോൾ അവർക്കൊക്കെ എന്നെ പരിചയമായി. സ്പീക്കിങ്ങിന് എൻ്റെ 3 തവണ തോറ്റ ആ ടീച്ചർ, ആ പുള്ളിക്കാരി ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരി എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, നിനക്ക് ഇതുവരെ കിട്ടിയില്ല പോയിട്ട്? ഇല്ല മാം എന്ന് പറഞ്ഞു. ഇത്തവണ മാം തന്നെയാണോ സ്പീക്കിങ്ങിനെന്ന് ചോദിച്ചു. അറിയില്ല മോളെ എന്ന് പറഞ്ഞു. ഞാൻ പത്രം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ വിശുദ്ധ തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയത്. എനിക്ക് എന്താണെന്നറിയാം, ഭയങ്കര ധൈര്യം കിട്ടി. എല്ലാത്തിനും ധൈര്യമാണ്. പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ വന്ന ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ ലിസണിങ്ങിന് കയറുമ്പോൾ, ലിസണിങ്ങാണ് എപ്പോഴും പോകുന്നത്, ലിസണിങ്ങിന് ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ ഒരു അറബി ലേഡി ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ മുതൽ ആ മുറിയിൽ ഒരു അറബി ലേഡിയേ ഉള്ളൂ. അവർക്ക് അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു അൽത്താരയിൽ കുന്തിരിക്കം പുകയ്ക്കുന്ന ഒരു സ്മെല്ല്. ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ ഒരു അറബി ലേഡി മാത്രമേ ഉള്ളൂ. അവർ രാവിലെ മുതൽ മുറിയിലുള്ളതാണ്. പിന്നെ പുതിയതായിട്ട് ആരും കടന്നു വന്നിട്ടില്ല. സ്പ്രേയുടെ മണമൊന്നുമല്ല, ശരിക്കും കുന്തിരിക്കം പുകയ്ക്കുന്ന മണം തന്നെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ പരീക്ഷ വിജയിക്കുമെന്ന് അപ്പം തന്നെ ഉറപ്പിച്ചു. ലിസണിങ് എനിക്ക് ഏറ്റവും, ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്കോർ കിട്ടുന്നതിലും ഫെയിലാവുന്ന സംഭവമാണ്. പരിശുദ്ധ അമ്മ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ ലിസണിങ് മൊത്തം എനിക്ക് സ്പീഡ് എഴുതാൻ പറ്റി. എനിക്ക് ഭയങ്കര ധൈര്യം കിട്ടി ആ സമയത്ത്. സ്പീക്കിങ്ങിന് ചെന്നപ്പോൾ വേറൊരു പുള്ളിക്കാരിയാണ് കണ്ടതും, ഒരമ്മയെപ്പോലെ, പരിശുദ്ധ അമ്മയെപ്പോലെ ചൈതന്യമുള്ള ഒരു വ്യക്തി. അവരും ഭയങ്കര കൂളായിട്ട് എനിക്ക് റിലാക്സ് ആയിട്ട് നല്ല രീതിയിൽ സ്പീക്ക് ചെയ്യാൻ പറ്റി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഞാൻ മാതാവിന് നടയിൽ നിന്ന് സാക്ഷ്യം പറയും. OET എനിക്ക് കിട്ടിയെന്നേ ഉറപ്പിച്ചു. ഞാൻ ആ എക്സാം ആരോടും പറയാതെ പോയിരുന്നത്, എൻ്റെ ഹസ്ബൻഡ് മാത്രമേ അറിയുള്ളൂ. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എല്ലാത്തിനും ഫുൾ B ഉണ്ട്. ഞാൻ അന്നൊക്കെ UK പോകാൻ വേണ്ടി നോക്കി, B എങ്കിലും തരണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. മാതാവ് ഞാൻ ആഗ്രഹിച്ച് അതെനിക്ക് സാധിച്ചു തന്നു. 5 തവണ കിട്ടാത്തൊരു കാര്യമാണ് എനിക്ക് സാധിച്ചത്. പിന്നെ ഞാൻ 2018 എൻ്റെ ഇവിടെ വന്നപ്പോൾ സാക്ഷ്യം ആഗ്രഹം എഴുതിയ കൂട്ടത്തിൽ എൻ്റെ ഭവനം, ഞങ്ങൾ ജനിച്ച് വളർന്നപ്പോൾ ഞങ്ങൾക്ക് ഇടവകയിൽ നിന്ന് അച്ഛന്മാർ വെച്ച് തന്നൊരു ഭവനമായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടന് 36 വയസ്സായിട്ടും വിവാഹമൊന്നും നടക്കുന്നില്ല. കാരണം വീട് ചെറുതാന്ന് പറഞ്ഞിട്ടാണ് കല്യാണം നടക്കാത്തത്. ആൾ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിലും കിട്ടുന്നില്ല. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ വീടിന് വേണ്ടി എഴുതുമായിരുന്നു. അപ്പോൾ നടക്കുന്നില്ല, പക്ഷേ എഴുതും. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് മാതാവ് ആ സമയത്ത് തരും, സമയമാകട്ടെ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇത്തവണ ഞാൻ 2024 ഞാൻ വീണ്ടും അത് എഴുതി. വിശുദ്ധ ഉപ്പ്, നമ്മുടെ ഇവിടുന്ന് കിട്ടിയ ഉപ്പ് ഞാൻ 4 അതിരിനും തളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ സൗദിക്ക് പോയിരുന്നത്. അപ്പോൾ എനിക്ക് ഈ കഴിഞ്ഞ വർഷം ഭവനം പൂർത്തീകരിക്കുവാനും അമ്മ മാതാവ് ഇടപെട്ട് നല്ലൊരു ഐശ്വര്യമുള്ള ഭവനം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചു. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനും കൂടി നന്ദി പറയുന്നു. പിന്നീട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്, ജീവനോടെ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒരു കാരുണ്യം കൊണ്ടൊന്ന് മാത്രമാണ്. കാരണം എൻ്റെ പ്രസവമൊക്കെ സൗദി അറേബ്യയിലായിരുന്നു. അപ്പോൾ ആ കൊറോണയുടെ സമയമായതുകൊണ്ട് നാട്ടിൽ പ്രസവത്തിന് വരാൻ സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ എൻ്റെ തൊട്ടപ്പുറത്തുള്ള MCH മെറ്റർണിറ്റി ആൻഡ് ചൈൽഡ് ഹെൽത്തിൽ പോയി. അതേപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകും. പ്രസവം നവംബറിലാണ്, പക്ഷെ അവരാരും എടുക്കണില്ല. അവർ പറയണ പ്രസവമായിട്ടില്ല, ഡേറ്റ് ആയിട്ടില്ല, പോയിട്ട് വാ, ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവ് ഇങ്ങനെ ഉണ്ണീശോനെ സത്രത്തിൽ ഇങ്ങനെ തിരക്കി നടന്ന പോലത്തെ ഒരവസ്ഥയായിരുന്നു. എനിക്ക് ഡേറ്റ് കഴിഞ്ഞിട്ട് ആശങ്കയായി, ആരും എടുക്കുന്നില്ല. ഒരാഴ്ചയോളമായിട്ട് എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, അതൊന്നും അവർ അംഗീകരിക്കുന്നില്ല. അതേപോലെ ഹാർട്ട് റേറ്റൊക്കെ നോക്കുമ്പോഴും അതിലൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ ഇവരൊന്നും അംഗീകരിക്കുന്നില്ല. ഇവർ പറഞ്ഞ് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു വിടും. അങ്ങനെ ഡിസംബർ 1-ാം തീയതി ആയപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ വിശുദ്ധ എണ്ണയും വിശുദ്ധ തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചു. ഇവരിങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഇരുന്ന് വൈകുന്നേരമായപ്പോൾ കുറേ നടന്നൊക്കെ നോക്കി, പ്രസവമാവുന്നില്ല. അവസാനം എന്നെ ഒരു പനിച്ച് വിറച്ചൊരവസ്ഥയിലാണ് എന്നെ കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി, ഞാൻ വർക്ക് ചെയ്യുന്ന കിങ് ഫഹദ് ദമാമിലാണ്, പക്ഷേ എന്നെ കൊണ്ടുപോയത് കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവരെന്നെ കൊറോണ ടെസ്റ്റിന് വേണ്ടി ഒരു മുറി മാറ്റി കിടത്തി. മണിക്കൂറോളം എന്നെ അവിടെ ഇട്ട്, ഒരു സ്കാനിങ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവസാനം എനിക്ക് അവിടെ ഒരു ഫാമിലി ഫ്രണ്ട് പോലെ ഉണ്ട്, അവർ വന്നിട്ട് സംസാരിച്ചു. എന്നെ അവർ കയറ്റി അൾട്രാസൗണ്ട് ചെയ്തിട്ട് ആ ഡോക്ടർ പറഞ്ഞു, ബേബി ഈസ് പ്ലേയിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല മാം, ബേബി ഡിസ്ട്രസ്സിലാണ്, കാരണം എൻ്റെ വയറിങ്ങനെ ഭയങ്കര പൊങ്ങുന്നുണ്ട്, കുഞ്ഞ് ശ്വാസം കിട്ടാതെ പെടയുന്നതാണ്. അപ്പോൾ അത് എനിക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് ചെയ്യണം, നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കാതിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തായിരുന്നു, എനിക്ക് വിറയ്ക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ വായിക്കുമെന്ന് പറഞ്ഞു. ഒച്ചതി വായിക്കാൻ പറഞ്ഞു. കാറിലിരുന്ന് ഞാനത് വായിപ്പിച്ചു. അപ്പോൾ അവിടെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ആ 3 മണിക്കൂറോളം കഴിഞ്ഞ് 2-ാം തീയതി ആയി. 2-ാം തീയതി വെളുപ്പിനായപ്പോൾ എന്നെ എമർജൻസി ആയിട്ട് ലേബർ റൂമിലേക്ക് വിട്ടു. അവിടെ ചെന്ന് ഹാർട്ട് റേറ്റ് നോക്കിയപ്പോൾ 200 മേലുണ്ട്. അപ്പോൾ എനിക്കറിയാം ഞാൻ ഒന്നെങ്കിൽ കുഞ്ഞ് അല്ലെങ്കിൽ ഞാൻ ഒരാളെ ഉണ്ടാവുള്ളൂ എന്നറിയാം. എൻ്റെ BP ഒക്കെ ഡൗണായി, എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി പിന്നെ അറിയുന്നത്, ഞാൻ അറിഞ്ഞ കാര്യം, എൻ്റെ മോൻ മരിച്ചു എന്ന് പറഞ്ഞ ഒരു ട്രെയിൽ മാറ്റി കിടത്തിയെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ സമയത്ത് ഒരു പീഡിയാട്രീഷ്യൻ ഡോക്ടർ വന്ന് കുഞ്ഞിനെ പെട്ടെന്ന് നോക്കുകയും അയാളെ കൊണ്ടുപോയി. അങ്ങനെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെടുത്തു. പിന്നെ എനിക്ക് ഡിസ്ചാർജ് ആവണതിന് മുന്നേ
എനിക്ക് സിസേറിയൻ ചെയ്ത സ്ഥലത്തൊന്നും വേദനയില്ല. എൻ്റെ വേദന മൊത്തം ലങ്സിൻ്റെ ഭാഗത്താണ്. ഇവരെനിക്ക് 6 മണിക്കൂർ ഇടവിട്ട് ഇഞ്ചക്ഷൻ പാരാസെറ്റാമോൾ തരും. എന്നിട്ട് പറയും വേദന കുറഞ്ഞൊരു ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല ഡോക്ടർ, എനിക്ക് അവിടെയല്ല, സിസേറിയൻ ചെയ്ത ഭാഗത്ത് വേദനയില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല, നിങ്ങൾ എൻ്റെ ഈ ശ്വാസകോശത്തിനോട് എന്താ പ്രശ്നം നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നിർബന്ധിച്ചിട്ട് അവരെന്നെ CT സ്കാൻ ചെയ്തു. അപ്പോൾ അവർ പറയാണ് ശ്വാസകോശം മൊത്തം വെള്ളമാണ്, പ്ലൂറൽ എഫ്യൂഷനാണ്. അതേപോലെ മൈൽഡ് അക്ടലെക്ടാസിസ്, മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കറിയാം ലങ്സ് കൊളാപ്സ് ആവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എൻ്റെ പ്രതീക്ഷയൊക്കെ നശിച്ച ഒരവസ്ഥയാണ്. കാരണം ഇനി ജോലിക്ക് പോകാൻ പറ്റുമോ? ഒരുപാട് പ്രതീക്ഷ കിട്ടിയ ജോലിയാണ്, കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും, ആകെ വിഷമമായി കരച്ചിലായി. പക്ഷേ ഡിസ്ചാർജ് ആക്കുമ്പോൾ അവരെനിക്ക് എന്താ തന്നു, സ്പൈറോമീറ്റർ തന്നു, ഊതി ബലൂൺ വീർപ്പിക്കുന്ന പരിപാടി അത് തന്നു. പക്ഷേ അത് കൊണ്ടുപോയിട്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് കിടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, അത് ഊതുമ്പോൾ വേദന കൂടുന്നല്ലാതെ. അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളും എനിക്ക് അനുഗ്രഹങ്ങളുള്ള വചനങ്ങളും ഒക്കെ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വയറിൽ തേക്കുകയും ഉപ്പ് ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. വചനം വായിച്ച് വചനത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഒച്ചത്തിൽ പാട്ട് പാടാൻ തുടങ്ങി. എൻ്റെ ഏറ്റവും വലിയ വിഷമം എനിക്ക് പാട്ട്, ദൈവത്തെ സ്തുതിക്കാൻ ഭക്തിഗാനം മാത്രം നന്നായിട്ട് പാടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം എനിക്ക് ഭക്തിഗാനം നല്ലപോലെ പാടാൻ പറ്റുന്നില്ലല്ലോ, എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. ഞാനങ്ങനെ ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം എന്ന് പറയുന്ന പാട്ടുണ്ട്, അതങ്ങനെ വേഗം പാടി അതിൻ്റെ ശ്വാസകോശം ഞാൻ തന്നെ പാട്ട് പാടി ഡെവലപ്പാക്കി എടുത്തു. അങ്ങനെ ഞാൻ 1 മാസം പോലും റെസ്റ്റ് എടുത്തില്ല. ഞാൻ ജോലിക്ക് കയറി. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 7 വർഷം ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് തമ്പുരാൻ്റെ കൃപയും പരിശുദ്ധ അമ്മ ചെയ്ത വലിയ ഉപകാരങ്ങൾക്ക് നന്ദിയായിട്ടാണ്. അതേപോലെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ എൻ്റെ സാലറി എന്നൊക്കെ ഞാൻ രോഗികളെ സഹായിക്കാറുണ്ട്. ക്യാൻസർ പേഷ്യൻസിനായാലും ഞങ്ങളുടെ പപ്പ, എൻ്റെ അമ്മയും എൻ്റെ അമ്മായിപ്പനൊക്കെ ക്യാൻസറായിട്ടാണ് മരിച്ചത്. അപ്പോൾ ഞങ്ങൾ ക്യാൻസർ പേഷ്യൻസിനൊക്കെ സഹായം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടു നടക്കും. മാതാവ് തന്നെ ഒരാളെ കാണിച്ചു തരും, ഞാൻ അവർക്ക് കൊടുക്കും. അതേപോലെ ഹോസ്റ്റലിലൊക്കെ ആയാലും ഞാൻ OETക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊക്കെ കൊടുത്തായിരുന്നു. വിഷമിക്കുന്നവരെ മാതാവ് തന്നെ എൻ്റെ മുന്നിൽ കൊണ്ട് കാണിക്കും. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പത്രം കൊടുത്തു. അതേപോലെ തന്നെ എനിക്കവിടെ സൗദിയിൽ പള്ളി ഉണ്ടെങ്കിലും എപ്പോഴും അച്ഛന്മാരല്ലേ വിസിറ്റിംഗ് വിസയിലൊക്കെയാണ് വരുന്നത്. പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്. മറ്റുള്ളവരെ മാക്സിമം കെയർ ചെയ്തും. അതേപോലെ രോഗികളെ ആയാലും ഞാൻ കുഞ്ഞുങ്ങളെയാണ് നോക്കുന്നത്. ക്യാൻസർ പേഷ്യൻസാണ് കുഞ്ഞുങ്ങൾ. അവർക്ക് ഞാൻ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ പ്രത്യക്ഷ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ്. ഞാൻ 4 മണിക്കൂറോളം ബോൺ മാരോ മജ്ജ മാറ്റി വയ്ക്കലിന് ഞാൻ ഇരിക്കും. അപ്പോൾ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഇരിക്കുന്നത്. ദൈവം സഹായിച്ച് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വിട്ട കുഞ്ഞുങ്ങളൊന്നും ക്യാൻസറായിട്ട് വീണ്ടും വന്നിട്ടില്ല. ഞാനത് നോട്ട് ചെയ്യാൻ തുടങ്ങി. പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഓരോ രോഗികളെയും കെയർ ചെയ്യുമ്പോൾ ഞാൻ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അമ്മയും തിരുക്കുമാരനും ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് എന്നെ ഈ സാക്ഷിയാക്കിയതിന് കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷി നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് 15-ാം അധ്യായം 14-ാം തിരുവചനം. അവൻ ലേഹ്യയിലെത്തിയപ്പോൾ ഫിലിസ്തീയർ ആർപ്പുവിളികളോട് അവനെ കാണാനെത്തി. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോട് അവൻ്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ് ചണനൂല് പോലെയായി തീർന്നു. കെട്ടുകൾ അറ്റുവീണു. യേശുവിൽ പ്രിയമുള്ളവരെ, മേരി ഗ്രേസ് തൃശ്ശൂരിൻ്റെ സാക്ഷ്യം ജീവനോടുകൂടി ഇവിടെ വന്നു നിന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ഇടയാക്കിയത് ഉടമ്പടി ജീവിതത്തിൽ അവൻ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ പരിശുദ്ധമ്മ ശക്തനായവനെന്ന് വൻ കാര്യം ചെയ്തു കൊടുത്തു. ഉടമ്പടി ജീവിതത്തിൽ കറകൂടാതെ ചുളിവ് കൂടാതെ നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്താൽ പരിശുദ്ധമ്മ ശക്തനായവനെന്ന് വൻ കാര്യം ചെയ്തു തന്ന് നമ്മളെ ശക്തിപ്പെടുത്തും, അനുഗ്രഹിക്കും. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളുകളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്നു ശക്തിപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മ വഴി ഇവർക്ക് നൽകിയ വൻ കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം.